കഴിഞ്ഞ 2 വീഡിയോകളിൽ ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ പകുതി ഭാഗത്തോളം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവസാനമായി വിവിധ ഗവേഷണ രീതികളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ വീഡിയോയോടുകൂടെ ഒന്നാമത്തെ മൊഡ്യൂൾ അവസാനിക്കുകയാണ്. ഇതിൻ്റെ വിശദമായ നോട്ടിൻ്റെ ലിങ്ക് പേഴ്സണലായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് അയച്ചു തരുന്നുണ്ട്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ചില ഗവേഷണ രീതികളിൽ നിന്നുള്ള ഏതാനും ചില ഗവേഷണങ്ങളെയാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ഗവേഷണ രീതി പ്യുവർ റിസർച്ച് എന്നതാണ്. മലയാളത്തിൽ അടിസ്ഥാന ഗവേഷണം അല്ലെങ്കിൽ ശുദ്ധ ഗവേഷണം എന്നൊക്കെ പറയാം. ഗവേഷണത്തിലൂടെ നമുക്ക് ലഭിച്ച അറിവ് പ്രയോഗിക്കുക എന്ന ഉദ്ദേശത്തോടെ അല്ലാതെ വിജ്ഞാനം ശേഖരിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണെങ്കിൽ അതിനെ നമ്മൾ പ്യുവർ റിസർച്ച് എന്ന് പറയുന്നു. അഥവാ നമ്മൾ ഗവേഷണം നടത്തുന്നത് തന്നെ ഒരു വിഷയത്തെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ് എങ്കിൽ അതിനെ ശുദ്ധ ഗവേഷണം അല്ലെങ്കിൽ പ്യുവർ റിസർച്ച് എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ അറിവ് ശേഖരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ജിജ്ഞാസയാണ്. ഒരു വിഷയത്തെക്കുറിച്ച് അറിയാനുള്ള നമ്മുടെ ആകാംക്ഷയാണ് നമ്മുടെ ഗവേഷണത്തിൻ്റെ പ്രേരണ എന്ന് പറയുന്നത്. ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ അറിവ് വിപുലീകരിക്കുക, കൂടുതലാക്കുക എന്നതാണ്. നമ്മുടെ ഗവേഷണങ്ങളിൽ മിക്കതും പ്യുവർ റിസർച്ചുകളാണ്. കാരണം അറിവ് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുമാണ് പലപ്പോഴും നമ്മൾ ഗവേഷണങ്ങൾ നടത്താറുള്ളത്. അതുകൊണ്ട് പ്യുവർ റിസർച്ച് സാധാരണയായി ഉപയോഗിക്കുന്ന റിസർച്ചിൻ്റെ ഒരു മെത്തേഡാണ്. രണ്ടാമത്തെ ഗവേഷണ രീതി അപ്ലൈഡ് റിസർച്ചാണ്, അഥവാ മലയാളത്തിൽ പ്രയുക്ത ഗവേഷണം എന്ന് പറയാം. യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നതാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. നിലവിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് നമ്മൾ അപ്ലൈഡ് റിസർച്ച് രീതി ആശ്രയിക്കുന്നത്. പ്രയുക്ത ഗവേഷണം അല്ലെങ്കിൽ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു പരിഹാരത്തിനുള്ള ഗവേഷണ രീതിയാണ് എന്നാണ് പ്രമുഖ സോഷ്യോളജിസ്റ്റായ കെർലിംഗർ എന്ന് പറയപ്പെടുന്ന സോഷ്യോളജിസ്റ്റ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഗവേഷണ രീതികളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും അതേസമയം ഏറ്റവും നൂതനമായ ഏറ്റവും അപ്ഡേറ്റഡ് ആയ രീതിയാണ് അപ്ലൈഡ് റിസർച്ചിനുള്ളത് എന്നാണ് ടൗഫേഴ്സ് എന്ന് പറയപ്പെടുന്ന സോഷ്യോളജിസ്റ്റ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഏതായാലും പുതിയ കാലത്ത് വിവരവിനിമയ സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, മാനേജ്മെൻറ്റ്, സാമ്പത്തിക ശാസ്ത്രം, മറ്റു സാമൂഹ്യ ശാസ്ത്ര ശാഖകളിലെല്ലാം തന്നെ അപ്ലൈഡ് റിസർച്ചിൻ്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ മേഖലകളിൽ, ജീവിത മേഖലകളിൽ ഓരോ ദിവസവും നിരവധി പ്രശ്നങ്ങളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ കഴിയുന്ന റിസർച്ചിൻ്റെ രീതിയാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗവേഷണ രീതിയാണ്. റിസർച്ചുകളിൽ പ്രധാനപ്പെട്ട മൂന്നാമത്തത് ആക്ഷൻ റിസർച്ച്, അഥവാ മലയാളത്തിൽ നമുക്ക് ക്രിയാഗവേഷണം എന്ന് പറയാം. ഒരാൾ പ്രവർത്തിക്കുന്ന മേഖലയിലുള്ള പരിമിതികൾ കണ്ടെത്തി അതിന് പരിഹാരം കാണുന്ന രീതിയാണ് ആക്ഷൻ റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ മുമ്പിലുള്ള പരിമിതി അല്ലെങ്കിൽ പ്രശ്നം ആണ് ആക്ഷൻ റിസർച്ചിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ആ പരിമിതികളെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ പഠനം നടത്തുന്നു, അതിന് പരിഹാരം കാണുന്നു. അങ്ങനെ അവരുടെ തൊഴിൽ മേഖല കൂടുതൽ നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നു. ഇതാണ് ആക്ഷൻ റിസർച്ചിലൂടെ നടക്കുന്നത്. ആക്ഷൻ റിസർച്ചിന് 7 ഘട്ടങ്ങളുണ്ട്. 7 ഘട്ട പ്രവർത്തനങ്ങളിലൂടെയാണ് ആക്ഷൻ റിസർച്ച് കടന്നു പോകുന്നത്. ആക്ഷൻ റിസർച്ചിൻ്റെ 7 ഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 1. ഒരു ആശയം, ഒരു ഫോക്കസ് ആശയം തിരഞ്ഞെടുക്കുന്നു. നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാന പ്രശ്നം അല്ലെങ്കിൽ ഒരു പരിമിതി നമ്മൾ എടുക്കുന്നു. 2. അതിനു പിന്നിലെ കാരണങ്ങൾ അല്ലെങ്കിൽ അതിനു പിന്നിലെ സിദ്ധാന്തങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. 3. ഗവേഷണ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നു. നമ്മൾ നടത്താൻ പോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. 4. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡാറ്റകൾ നമ്മൾ ശേഖരിക്കുന്നു. 5. ലഭിച്ച ഡാറ്റകളെ, വിവരങ്ങളെ നമ്മൾ വിശകലനം ചെയ്യുന്നു. 6. ആ വിശകലനം ചെയ്യുന്നതിൻ്റെ ഒരു റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുന്നു. 7. ആ റിപ്പോർട്ട് തയ്യാറാക്കിയാൽ മാത്രം പോരാ, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ
നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ആക്ഷൻ റിസർച്ചിൻ്റെ 7 ഘട്ടങ്ങൾ. ഇനി ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് പറയുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കേസ് സ്റ്റഡി. മലയാളത്തിൽ ഏക വ്യക്തി പഠനം എന്ന് പറയും. കേസ് സ്റ്റഡി എന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കാരണം ക്വസ്റ്റ്യനൊക്കെ വരുന്ന സമയത്ത് കേസ് സ്റ്റഡി എന്നായിരിക്കും ഉണ്ടാവുക. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ഗവേഷണത്തിൽ വ്യക്തി പഠനത്തിന് പ്രാധാന്യം നൽകുന്നൊരു സമീപനമാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇവിടെ കേസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു സംഭവമാകാം, സന്ദർഭമാകാം. ഏതായാലും നമ്മുടെ സമൂഹത്തിലെ ഒരു യൂണിറ്റിനെ കുറിച്ച് പഠനം നടത്തുന്നതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. സമൂഹത്തിലെ ഒരു യൂണിറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്നതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ, ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ഗുണപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് വിശ്വാസങ്ങൾ, അനുഭവങ്ങൾ, മനോഭാവം, പെരുമാറ്റം, ഇടപെടലുകൾ, ഇതൊക്കെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. 6 തരത്തിലുള്ള ക്വാളിറ്റേറ്റീവ് റിസർച്ചുകളുണ്ട്. ഒന്നാമത്തത് ഫിനോമിനോളജിക്കൽ രീതി, രണ്ടാമത്തത് എത്നോഗ്രാഫിക് മോഡൽ, മൂന്നാമത്തത് ഗ്രൗണ്ടഡ് തിയറി മെത്തേഡ്, നാലാമത്തതാണ് നമ്മൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കേസ് സ്റ്റഡി മോഡൽ, അഞ്ചാമത്തത് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, ആറാമത്തത് നാരേറ്റീവ് മോഡൽ. ഈ 6 മോഡലുകളിലൂടെയാണ് ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് നമുക്ക് നടത്താൻ കഴിയുക. അപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് 6 രീതികളുണ്ട്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നാൽ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നാൽ സംഖ്യാപരമായ വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യ, ആ ജനസംഖ്യ നമ്മൾ കണ്ടെത്തുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനസംഖ്യ വർധനവിനെക്കുറിച്ച്, ജനസംഖ്യ കുറവിനെക്കുറിച്ച്, സ്ത്രീ പുരുഷ അനുപാതത്തെക്കുറിച്ച്, വിദ്യാഭ്യാസ ശതമാനത്തെക്കുറിച്ചൊക്കെ പഠനം നടത്തുന്ന രീതിക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. കാരണം ഇവിടെ സംഖ്യാപരമായിക്കൊണ്ടാണ്, സംഖ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വിവരങ്ങളെ വിശദീകരിക്കുന്നത്. 4 തരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഗവേഷണ രീതികളാണുള്ളത്. ഒന്നാമത്തത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് അഥവാ വിവരണാത്മക ഗവേഷണം. രണ്ടാമത്തത് കോറിലേഷണൽ സ്റ്റഡി, പരസ്പര ബന്ധ വിശകലനം ചെയ്യുന്ന രീതി. മൂന്നാമത്തത് കാഷ്വൽ കമ്പരാറ്റീവ് സ്റ്റഡി, കാര്യകാരണ താരതമ്യാത്മക പഠനം. നാലാമത്തത് എക്സ്പെരിമെൻ്റൽ റിസർച്ച്, പരീക്ഷണാത്മക ഗവേഷണം. ഈ 4 മെത്തേഡുകളിലൂടെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നടത്തുന്നത്. ഈ റിസർച്ചുകളുടെ വിശകലനങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ക്വാണ്ടിറ്റേറ്റീവ് ഗവേഷണ രീതികൾ ഈ 4 രീതികളിലാണ് എന്നുള്ളത് നിർബന്ധമായും നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം ഗണാത്മക ഗവേഷണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അഥവാ ക്വാളിറ്റേറ്റീവ് റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ആ ഭാഗം നിർബന്ധമായി നോക്കണം. ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ഒരു ചാർട്ട് ഗ്രൂപ്പിൽ അയക്കുന്നുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായും നോക്കുകയും ചെയ്യണം. ഇതോടുകൂടെ നമ്മുടെ 1ാമത്തെ മൊഡ്യൂള് അവസാനിക്കുകയാണ്. ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ റിസർച്ച് എന്ന പാഠപുസ്തകത്തിൻ്റെ ഏകദേശം 40% ഇതോടുകൂടെ പൂർത്തിയായി. ബാക്കി വരുന്ന 3 മൊഡ്യൂളുകളിലെ 60% വരുന്നുള്ളൂ. അതുകൊണ്ട് 1ാമത്തെ മൊഡ്യൂൾ കൃത്യമായി നോക്കണം.